ഹായ് ഓൾ. ഇപ്പം നമ്മളിതാ കുറച്ച് നേരത്തെയാണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ തന്നെയാണ് തുറക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മളെ വാഗനർ കുറച്ച് നേരത്തെ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് 1-2 വണ്ടി ടിൻഡിനുണ്ട്. അപ്പോൾ വാഗനറിൻ്റെ ടിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഓവർ ഡാർക്കല്ല കേട്ടോ, കാരണം ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ ലീഗലായിട്ടുള്ള തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്ലാസ് അടിച്ചിട്ടുണ്ട്, മറ്റേതാ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊന്നും എത്തിയിട്ടില്ല, പിള്ളേരൊക്കെ വരും. പിന്നെ നമ്മൾ ആ ഫോർച്യൂണർ ഉണ്ടല്ലോ, അതാ വർക്കൊക്കെ ഏകദേശം ഒരു 80% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിനി ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പോളോ കൂളിംഗ് എന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രണ്ടും കൂടി ചെയ്യുന്നുണ്ട്, 4 ഡോർ ചെയ്യുന്നുണ്ട്, അതേപോലെ ഡിക്കിയും അതേപോലെ ഫ്രണ്ട് ഗ്ലാസും കൂടി സൈഡൊക്കെ ഇതാ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഒട്ടിക്കണം. പിന്നീട് നമുക്കിതാ ഒരു ഇന്നോവയാണ് കൂളിങ്ങിന് വന്നിട്ടുള്ളത്. ഇന്നോവ ഫ്രണ്ടില്ല, ബാക്കി എല്ലാ പോർഷനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ BM നമുക്ക് ടിൻറ്റ് ഒട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നോവ ഒട്ടിക്കും, ഇന്നോവ ഒട്ടിച്ച് ഫിനിഷ് ആയിട്ട് നമ്മൾ BM ചെയ്യുള്ളൂ. കഴിഞ്ഞിട്ടാണ് നമ്മൾ BM ചെയ്യുന്നത് കേട്ടോ. വരുന്ന സമയമല്ലേ? ഫ്രീക്കം വരെ ഒന്നതായില്ല അതിലങ്ങേ പുറത്തേക്ക്. അപ്പോൾ ഇന്ന് ഈ വണ്ടി പോളിഷാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഫെയറുള്ളൊരു വണ്ടിയാണ്, അത്യാവശ്യം നല്ല പണിയെടുക്കാറുണ്ട്. ഓക്കെ, കാരണം എനിക്കൊന്നു ഇത് 2013 വണ്ടിയാണ്. ഇത് ആ 13 എടുത്തതിൻ്റെ ശേഷം ഇതുവരെ ഈ വണ്ടി പോളിഷ് ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും. ആ ലുക്കിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ DRLൻ്റെ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇതിൽ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്. ഈ ഒരു പോർഷത്തിൽ അടിപൊളി ലൈറ്റ് ആട്ടോ ഈ ലൈറ്റ്. ഇത് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇഗ്നിഷനാണ്. ഇത് അതേപോലെ പാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോർമലി നമ്മൾ ഫോഗും ഉണ്ട്. അപ്പോൾ കത്തുന്ന വീലൊക്കെ ഞാൻ ചെയ്തതല്ല. ബിലാൽ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റല്ല ബിലാലെ? ഒരുപാട് വയറുണ്ടോ, വേസ്റ്റ് വയറുകളുണ്ടോ, കണ്ടമാണ്. ഇതൊക്കെ എന്തിൻ്റെ നമുക്കൊരു പിടുത്തില്ല. ഇതിൻ്റെ തല ഒന്നുമില്ല തലക്കല്ലേ, വെറുതെ കുറേ വരും. ചിലപ്പോൾ മുമ്പ് ഇങ്ങനെ കൊടുത്തേ കാരണം ഇത് ഫ്രീ ആയിട്ടുണ്ടാവും. ലാഫ് ഇതാ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എക്സസ് കിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഇതാ പോളോൻ്റെ ടിൻറ്റിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമ്മളൊരു ലീഗൽ ടൈപ്പുള്ള കൂളിങ്ങാണ് ഒട്ടിച്ചുള്ളത്. നമുക്ക് വിസിബിലിറ്റി കൂടുതലാണ്, ഉള്ളിൽ കാണാനൊക്കെ പറ്റുമില്ല. അത് ഓവർ ഡാർക്കായിട്ട് നമ്മൾ വണ്ടിക്കൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഫ്രണ്ടും നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടും നമ്മൾ ഡാർക്കല്ല കേട്ടോ, നമ്മൾ ആ ലീഗൽ ടൈപ്പാണ് കണ്ടോ, വിസിബിലിറ്റി ഉള്ള കൂളിങ്ങാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് വെയിലിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അത് ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് കണ്ടോ. ഏകദേശം കഴിഞ്ഞ വഴിക്ക് ജസ്റ്റ് ഒന്ന് ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളും കണ്ടോ. ഉള്ളിലേക്ക് കണ്ടോ, വിസിബിലിറ്റി ഒട്ടും പേടിക്കണ്ട കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് കാണുകയും ചെയ്യും. എങ്കിലും ഇത് 2 ടൈപ്പ് ഉണ്ട്. കുറച്ച് വിസിബിലിറ്റി കുറച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ പക്കായിട്ടാണ് ചെയ്തത്. ഈ ഒരു ഇന്നോവ നമുക്ക് 2010 മോഡലാണ് കേട്ടോ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം വണ്ടി ഇപ്പോൾ Type 2 ലുക്ക് തന്നെയാണുള്ളത്. അതായത് Type 4 കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ക സ്റ്റോക്ക് ലുക്കുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്. കാരണം ഫ്രണ്ടൊക്കെ കണ്ടോ, ആ ഒരു നോർമൽ, അതേപോലെ ഒരു ഫ്ലാഗ് ആൻറ്റിന ഉണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. അപ്പോൾ പോളോ ടിൻറ്റ് കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് നമുക്ക് ഫ്രണ്ടും കൂടി ടിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫ്രണ്ടും കൂടി ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി തമിഴ്നാട് രജിസ്ട്രേഷനാണ്, പക്ഷേ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ വണ്ടി തന്നെയാണ് കേട്ടോ. പക്ഷേ അവർക്കൊരു ബിസിനസ്സും കാര്യങ്ങളുമാണ്. അതുപോലെ സൈഡൊക്കെ നമ്മൾ ആ ഒരു പക്കായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഓക്കെ, അതിനിപ്പോൾ അടുത്തത് നമുക്ക് BM കയറാനുണ്ട്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഇന്നോവക്കും നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷനുള്ള ലൈറ്റ് കൂളിങ്ങാണ് ചെയ്യുന്നത്. 50% നമുക്ക് ഇതിലേറെ വിസിബിലിറ്റി ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നൊരു 75 വിസിബിലിറ്റി ഉള്ള ഒരു സ്റ്റിക്കറാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സെറ്റ് ആയിട്ടുള്ള, കാരണം
നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല, ഫൈനോ കാര്യങ്ങളൊന്നും പേടിക്കും. ഇതിനൊക്കെ നമുക്ക് ഹോൺ വെക്കാൻ വന്നിട്ടുള്ളത്, നമ്മൾ HODക്ക് വരുന്ന ഹോൺ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാ ഇന്നോൻ്റെ കൂളിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി പോകണേ. അപ്പോൾ അടുത്തതിന് നമുക്ക് ചെയ്യാനുള്ളത് BM ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കയറ്റും. കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഫോർച്യൂണിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ വീട്ടിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കും വേണ്ടിയില്ല. അടുത്തത് നമ്മളൊരു ക്രിസ്റ്റൽ കൂളിങ് ഒട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ക്രിസ്റ്റൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധികം വർക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൂളിങ് കുറച്ച് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മളൊരു ലീഗൽ ടൈപ്സ് ഉള്ള കൂളിംഗ് ആണ്. കാരണം നമുക്ക് ഹീറ്റ് പ്രൊട്ടക്ഷനുള്ള കൂളിംഗ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു 60% എബോവ് നമുക്ക് വിസിബിലിറ്റി ഉള്ള കൂളിംഗ് ആണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ആർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവും. അടുത്തത് നമുക്കൊരു അൾട്ടോനോറിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ആൻഡ്രോയിഡ് അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു ആൻഡ്രോയിഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു ആൻഡ്രോയിഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. DHC ബ്രാൻഡ് വരുന്ന ഒരു ആൻഡ്രോയിഡാണ്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആൻഡ്രോയിഡാണ് കേട്ടത്. അപ്പോൾ നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടിയുടെ പൂർണ്ണം. വീണ്ടും മറ്റു വീഡിയോയുമായി വരുന്നവരെ ബൈ ഓൾ.